അവറാനെ അപ്പൊ ഗൈസ് വെൽക്കം ബാക്ക് ടു ഞങ്ങള് ഗൈസ് ലണ്ടൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങുകയാണ്. ഞങ്ങള് ഇവിടെ വണ്ടിയില്ല, ഒന്നുമില്ല. ആണോ അവറാനെ? നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് അല്ലേ, നമ്മുടെ ഹോട്ടലിൽ ഇറങ്ങിയിട്ട് നമ്മൾ പോവാണ്. ഇവിടെ നമ്മള് ബ്രേക്കൊക്കെ എടുത്ത് ഒന്ന് റീഫ്രഷ് ആയില്ലേ, അങ്ങനെ ഞങ്ങൾ പോവാണ്. തൊപ്പി വേണ്ടി വരും, ചെറിയ തണുപ്പൊക്കെ ഉണ്ട് UK-ല്. നമ്മൾ ലൂട്ടറിലാണ്, നമുക്ക് ഇതിലാണ് പോകേണ്ടത്. വിചാരിച്ച പോലെ അല്ല, അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. UK-ല്ലേ നല്ല തണുപ്പുണ്ടല്ലേ. ഞങ്ങൾക്ക് മുമ്പിൽ എവിടെയാണ് ഞങ്ങള് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പൊ ഇവിടെ നല്ലൊരു മലയാളിക്കട ഉണ്ടല്ലേ, എന്താ തീന്മേശാന്ന് പറഞ്ഞേ. അപ്പൊ ഞങ്ങൾ അത് ലക്ഷ്യമാക്കി നടക്കുകയാണ്. അവിടെ എത്തിയിട്ടാണല്ലേ? അതെ, ഇപ്പൊ എത്തും. അങ്ങനെ ഞങ്ങൾ നോക്കി വന്ന സംഭവത്തിൽ ഞങ്ങൾ എത്തി, തീന്മേശ. എങ്ങനെ ഉണ്ടെന്നുള്ള കഴിച്ചു നോക്കിയിട്ട് പറയാലോ ചേ. കണ്ടിട്ട് നോക്കാം. തീന്മേശ കയറിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചത് നല്ല അടിപൊളി നെയ്ച്ചോറും പള്ളിക്കറിയാണ്, ബീഫ് പള്ളിക്കറിയാണ്. അതിൻ്റെ കൂടെ ഒരു ചെറിയ പായസമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ കപ്പയും ബോട്ടിയും. ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഞങ്ങളുടെ ഒരു ഇഷ്ട ഭക്ഷണമാണ് അത്. അവറാച്ചൻ അതിൻ്റെ ഇടയ്ക്ക് പാലൊക്കെ കുടിക്കുക. ഞങ്ങളൊരു ചായയും കാപ്പിയൊക്കെ കൂടി അതിൻ്റെ കൂടെ ഓർഡർ ചെയ്തായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു കേരള വൈബാണ്, ഫുള്ള് ഒരു കേരള മയം. ഇവിടെ ഒരാൾ കച്ചറ ഇല്ലേ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ അവൻ്റെ കൈയൊക്കെ മൂടി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഫുഡ് കഴിച്ചു. തീന്മേശ 10 എത്ര കൊടുക്കാം? ഞാൻ 7.5 കൊടുക്കും. കുഴപ്പമില്ല. ലൂട്ടറിനുള്ളൊരു വേറെ നല്ല റെസ്റ്റോറൻറ്റ്, ഇവിടെ അടിപൊളി റെസ്റ്റോറൻറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക. ഞങ്ങളങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വീണ്ടും ഇറങ്ങുക. കപ്പ നമ്മുടെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടിയില്ല. നെയ്ച്ചോറ് അടിപൊളിയാണ്. ഇതിപ്പോ നമ്മള് ഉള്ള ടൗണിന്റെ ഒരു ചെറിയൊരു സ്ക്വയറാണ്. നമ്മള് വണ്ടിയില്ല, സ്ട്രോളറില്ല, ഒന്നും ഇല്ലാതെ എന്താ പറയാ നമ്മളിങ്ങനെ നടക്കും. റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. നല്ല അടിപൊളി സ്ഥലം അല്ലേ. മടുത്ത് ഇറങ്ങി ടിക്കറ്റ് എടുത്തേ. അങ്ങനെ നമ്മള് ഒരു അടിപൊളി സ്ഥലം കാണാൻ പോകാൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇവിടെ ട്രെയിനിലാണല്ലേ. ഭയങ്കര ചീപ്പാട്ടോ. അപ്പാൻഡോൺ നമുക്ക് 26 പൗണ്ട് ആണല്ലേ. നല്ല തണുപ്പുണ്ട്. പക്ഷേ ചെറിയ തണുപ്പുണ്ട്. അപ്പം നമ്മള് എവിടെ ഇറങ്ങണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റ് പാട്രിക് അല്ലേ, ലണ്ടൻ തേംസ് ലിങ്കിൽ. അത് ഈ ട്രെയിനിന്റെ പേരാണ് ലണ്ടൻ തേംസ് ലിങ്ക്. നമ്മൾ ഇറങ്ങണത് ലണ്ടൻ സെന്റ് പാട്രിക്. എന്നിട്ട് അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോയിട്ട് ലണ്ടൻ ബ്രിഡ്ജിലോട്ടുള്ള അടുത്ത ട്രെയിൻ എടുക്കാം. ഇത് കണ്ടോ, എല്ലാം കറക്റ്റ് എഴുതി തോന്നുന്നു. ഞങ്ങൾക്ക് ഒരു സാർ എഴുതി തന്നില്ല. അപ്പൊ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ഇത് നമ്മൾ ഓൾറെഡി നാട്ടിലൊക്കെ കേറിയിട്ടുണ്ടല്ലോ. നോക്കാം ഇവിടെ എങ്ങനെയാണ്. അങ്ങനെ കാത്തിരുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവല്ലേ ചായ. അടിപൊളി. നമ്മളിപ്പോ ഇവിടെ ഉള്ള എവിടെ സ്റ്റേഷനില്, റെയിൽവേ സ്റ്റേഷനിലാണ്. സെയിന്റ് പാൻക്രാസിലെ ആ സ്റ്റേഷനിലാണ് ഞങ്ങൾ ഉള്ളത്. ഏറ്റവും വലിയ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് അണ്ടർഗ്രൗണ്ട് ട്രെയിൻ അല്ലേ. അവിടെ എത്തിയിട്ട് പറയാം. അടുത്ത സ്റ്റേഷൻ ഇറങ്ങി ഞങ്ങള് എങ്ങോട്ടൊന്നില്ലാതെ നടക്കുകയാണ് ഗൈസ്. അതെ, ഇനി എങ്ങോട്ടാ? ഇങ്ങോട്ട് ലെഫ്റ്റ് അങ്ങോട്ടാ. നമ്മൾ എന്തോരം താഴേന്നല്ലേ വന്നേ. അണ്ടർഗ്രൗണ്ട് അത്ര താഴെ ഇറങ്ങിയിട്ടാണ്, അത്ര താഴേന്നാണ് വന്നത്. വെള്ളത്തി. അയ്യോ. ഓ ഗൈസ്, ഈ സ്റ്റേഷനിൽ നിന്നാട്ടോ നമ്മള് ഇറങ്ങിയത്. അടിപൊളിയാട്ടോ. ഒരു വല്ലാത്തൊരു വെറൈറ്റിയില്ലേ. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. നമ്മുടെ ഡെസ്റ്റിനേഷന്റെ ഒരു സൈഡ് ഇതാ അവിടെ കാണാം. അവിടെ എത്തിക്കഴിയുമ്പോൾ ബാക്കി നമ്മൾ കാണിച്ചു തരാം എന്താണ്. എൻ്റെ പൊന്ന് ഗൈസ്, അതിമനോഹരമായ വ്യൂ ആട്ടോ ഇവിടുന്ന്.
നമുക്ക് നമ്മൾ കാണേണ്ട അറിയില്ല. നമ്മൾ കാണേണ്ട സാധനം എന്താ അവിടെ എൻ്റെ ഒരു സൈഡൊക്കെ നമുക്ക് കാണാം. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോവാം ഗൈസ്. നല്ല സെറ്റാട്ടോ, അടിപൊളി, നല്ല ലുക്ക് ഗൈസ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. എല്ലാം ഭയങ്കര ഒരു എന്താ പറയുക, ഒരു മാജിക്കൽ ഫീൽ. പക്ഷെ ഇതൊന്നുമല്ല നമ്മുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇതാ നിൽക്കുന്നു ലണ്ടൻ ടവർ ബ്രിഡ്ജ്. കുറേ കാലം ആഗ്രഹിച്ചു ഈ ടവർ ബ്രിഡ്ജ്. ഇത് നൈറ്റും ഒരു ലുക്കാണ്, ഡേയും ഒരു ലുക്കാന്ന് പറഞ്ഞത്. അങ്ങനെ ഗൈസ് നമ്മൾ ഈ സ്പോട്ടിനോട് വിട പറയുകയാണ്. ഇവിടെ കണ്ടിട്ട് ഒരു 5 ഗേഴ്സ് മാത്രമേ ഉള്ളൂ. അതിലാണെങ്കിൽ മൊത്തം തിരക്കും. അങ്ങനെ നമ്മൾ ഈ സ്പോട്ടിനോട് വിട പറയുകയാണ്. ഒരു സെറ്റാട്ടോ, ഒരു കാമാൻ കോയറ്റ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ വൻ തണുപ്പായതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇവിടെ നിന്ന് വിടുന്നത്. നമ്മുടെ ചെക്കനെ വയ്യ, അതാണ്. ഇവിടെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് നൈസായിട്ട് കണ്ണൊക്കെ തുറന്ന് സുഖം പിടിച്ചിങ്ങനെ ഇരിക്കുക. ഇതാകുമ്പോ നമ്മുടെ ചൂടൊക്കെ കിട്ടുമല്ലോ. 2 ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അവറാച്ചാ കണ്ടോ നിന്റെ ഡണ്ടൻ ബ്രിഡ്ജ് കാണിച്ചു തരണേ? നോക്കുന്നത് കറക്റ്റ് ക്യാമറയിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വലുതാകുമ്പോ പറയരുത് കിട്ടിയില്ലാന്ന്. നമ്മളിവിടെ നിന്ന് വിട പറയുകയാണ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജും പരിസരവും കണ്ടു കഴിഞ്ഞിട്ട് നേരെ പോവാണ്. ഇനി നമുക്കിവിടെ അണ്ടർഗ്രൗണ്ട് ഇറങ്ങി തന്നെ പോകണം. അപ്പോൾ അണ്ടർഗ്രൗണ്ട് ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അല്ലേ? സോ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ് സബ്വേ അണ്ടർഗ്രൗണ്ടിലോട്ട് പോവാണ്. ഓ ഗൈസ്, നേരത്തെ കയറി അതേ ഭൂമിക്കടിയിലേക്കുള്ള തുരങ്കത്തിലേക്ക് നമ്മൾ പോവാണ്. ഇത് നമ്മൾ ഇത് എത്രമാത്രം താഴോട്ടാന്നുള്ളത് എന്താ പറയാ, നമുക്കവിടെ എത്തിയാലല്ലേ മനസ്സിലാവുള്ളൂ. അത്ര ഭയങ്കര ഡീപ്പ് സ്റ്റീപ്പ് ഡൗൺ ആണ്. ഈ ഹൈറ്റൊക്കെ പേടിയുള്ളവർക്ക് ഭയങ്കര പേടിയായിരിക്കും ഇവിടെ. താഴെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ് മേളിലോട്ടുള്ള അവസ്ഥ എന്താണ്. അതാ ഗൈസ്, ഇത്രയും പൊക്കത്തിലാണ് ഇത് മേളിലേക്ക്. ഗൈസ് ഇത് കണ്ടോ, സെൻറ്റ് പാൻക്രാസ് ഇന്റർനാഷണലാണ് ഈ ഒരു സ്റ്റേഷൻ്റെ പേര്. ഈ ട്രെയിനൊക്കെ ഇവിടെ കിടക്കണ്ട, യൂറോ സ്റ്റാർ എന്ന് പറഞ്ഞേ. ഇത് എന്താ പറയുക, മറ്റേ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്ന, അതായത് ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതാണ്. ക്രോസ് കൺട്രി അടിക്കുന്ന ട്രെയിനുകളാണ് ഇവിടെ അധികം ഉള്ളത്. ഇൻ്റർനാഷണൽ യൂറോപ്പ് മൊത്തം പോകുന്ന പല ട്രെയിനുകളും ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് എന്താണ് എടുക്കുന്നുണ്ട്. ഇതൊരു അത് തന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ട് പോലെ ഇൻ്റർനാഷണൽ ട്രെയിൻ സ്റ്റേഷനാണ്. ഇത് യൂറോ സ്റ്റാർ അങ്ങനെ എന്താ പറഞ്ഞത്. ഓ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതേ വീട്ടിലെത്തുന്നു, ഭയങ്കര ഹെക്ടിക് ആയി പോയില്ല. അത് സ്ലീപ്പ് ഒന്നും റെഡി ആവാത്തോണ്ടാണ്. അപ്പൊ എന്താ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഞങ്ങള് കിടക്കാൻ പോവാണ്. ഇന്ന് ലണ്ടനായി മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബാക്കി സംഭവങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നാളെ വീണ്ടും ലണ്ടൻ എക്സ്പ്ലോർ ചെയ്യാൻ. ഇന്ന് ഞങ്ങൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങണം. ഇവിടെ ഒരാള് മാത്രം നന്നായിട്ട് ഉറങ്ങിയുള്ളൂ. കാരണം ഇന്ന് ഫുള്ള് ഏറ്റവും കൂടുതൽ ഉറങ്ങിയത് ഞങ്ങൾക്കാണെങ്കിൽ അവറാച്ചനെ പിടിച്ചുകൊണ്ട് നിൽക്കണതുകൊണ്ട് മാറിയും മറിഞ്ഞൊക്കെ ഉറങ്ങി. അപ്പൊ നമ്മള് എന്താ പറയാ, ഗുഡ് നൈറ്റ് ഗൈസ്. നമുക്ക് നാളെ രാവിലെ കാണാം.